Okay, good morning. ഞാൻ ഓഡിബിൾ അല്ലേ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ? Okay, good morning. Okay, thank you so much. For we are entering into the last day of 21 days meditation. അല്ലേ? ഇന്ന് ഡേ 21 ആണ്. And congratulations to all the people who got into 21 days. ആ 21th ഡേ 21st ഡേയിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ കഴിഞ്ഞ ഡേയ്സിലൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയത് ആഹ് അത് ചെറിയൊരു കാര്യമല്ല അല്ലെ? കാരണം നമ്മളൊരു കാര്യം ഫസ്റ്റ് തുടങ്ങാൻ നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ചില സമയത്തൊക്കെ നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യണം അല്ലെ? അതായത് തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു എനർജിയിൽ മോട്ടിവേഷൻ ഒക്കെ കിട്ടിയിട്ട് നമ്മൾ തുടങ്ങിയാലും അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറച്ചും കൂടെ ഒരു സെൽഫിനൊന്ന് പുഷ് ചെയ്യണം. പ്രശ്നങ്ങൾ ചിലപ്പം അങ്ങനെ രീതിയിൽ ഇങ്ങനെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ വരാം. അപ്പം ഞാൻ തന്നെ 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് സിറ്റുവേഷൻസ് വന്നു, ഒരുപാട് അവസ്ഥകൾ വന്നു. പക്ഷേ ഞാൻ ഈ ഒരു പ്രോഗ്രാം അതിന് പ്രയോറിറ്റി കൊടുത്ത സമയത്ത് എനിക്കത് 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അവിടെ ചെറിയൊരു എഫേർട്ട് അല്ലെങ്കിൽ ചെറിയൊരു മൈൻഡ് സെറ്റിന്റെ ഷിഫ്റ്റ് മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? 21 ഡേയ്സ് നിങ്ങൾക്ക് ഇത് തരാൻ പറ്റി. സോ ദാറ്റ് ഇസ് കൺസിസ്റ്റൻസി. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് മെഡിറ്റേഷനിലേക്ക് എൻറ്റർ ചെയ്യാം. മെഡിറ്റേഷന് റെഡി ആണോ നൂറ? റെഡി ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ റെഡി എന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി. വെരി ഗുഡ്. ഇപ്പൊ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പൊസിഷനിൽ ഇരിക്കാം. ജസ്റ്റ് ബോഡി ഒക്കെ റിലാക്സ് ചെയ്യാം. എവിടെയും ടെൻഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ബോഡി റിലാക്സ് ചെയ്യാം. ഓൾസോ നിങ്ങളുടെ സറൗണ്ടിങ്സിനെ കുറിച്ചും ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചും ചുറ്റുമുള്ളതിനെ കുറിച്ചെല്ലാം അവെയർ ആക്കാം. ജസ്റ്റ് ബി അവെയർ ഓഫ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഓരോന്നും അവെയർ ആക്കാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് വരാം. ശരീരത്തിന്റെ ഓരോ ബോഡി പാർട്ടും ശ്രദ്ധ കൊടുക്കുമ്പോൾ ഓരോ ബോഡി പാർട്ടും റിലാക്സ്ഡ് ആകുന്നതായി അറിയുന്നുണ്ട്. സ്ലോലി നിങ്ങൾക്ക് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. പതിയെ ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. സ്ലോലി ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. ദീർഘമായ ശ്വാസം എടുത്തുവിടാം. Breathe in, hold on and breathe out. Breathe in, hold on and breathe out.
Once again, breathe in, hold on, and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി പോസിറ്റീവ് എനർജി ഒഴുകുന്നതായി ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ബോഡിയിലൂടെ ഒരു പോസിറ്റീവ് എനർജി ഫിൽ ചെയ്യുന്നതായിട്ട്. You are completely relaxed. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ഓൺ യുവർ ബോഡി, യുവർ മൈൻഡ്, യുവർ തോട്ട്സ്. ഓരോന്നിലേക്കും ശ്രദ്ധ കൊടുക്കാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു പ്രകാശം വരുന്നതായി ഇമാജിൻ ചെയ്യാം. Just imagine a light coming to you. And that light is entering to your body through your head. അത് തലയിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായി ഇമാജിൻ ചെയ്യാം. പതിയെ അത് തലയിൽ നിന്നും ഓരോ ശരീരഭാഗത്തിലേക്കും പ്രവേശിക്കുന്നതായി നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ കൈകളിലേക്കും ഷോൾഡേഴ്സിലേക്കും ഹിപ്സിലേക്കും തൈസിലേക്കും കാലുകളിലേക്കും ഒക്കെ ആ ഒരു ലൈറ്റ് പ്രവേശിക്കുന്നതായി നിങ്ങൾ അറിയുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളിലെ പോസിറ്റിവിറ്റിയെ ഉണർത്താം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, I dream, I work for it, and I achieve it.
ഞാൻ സ്വപ്നം കാണുന്നു, അതിനു വേണ്ടി പരിശ്രമിക്കുന്നു, അത് നേടിയെടുക്കുന്നു. I dream for it, I work for it, and I achieve it. നിങ്ങളിലുള്ള പ്രകാശം, നിങ്ങളിലുള്ള പോസിറ്റിവിറ്റി നിങ്ങളോട് പറയുന്നതായി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. നിങ്ങളിലെ ഓരോ കോശങ്ങളും നിങ്ങളോട് പറയുന്നതായി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളിലെ ബെസ്റ്റ് സെൽഫിന്റെ മെസ്സേജ് എന്താണ് എന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. Slowly read that message. പതിയെ നിങ്ങളിലുള്ള ബെസ്റ്റ് സെൽഫിനെ നിങ്ങൾക്ക് കാണാം. What is that one message my best self want to tell me? എൻ്റെ ബെസ്റ്റ് സെൽഫിന് എന്ത് മെസ്സേജ് ആണ് എനിക്ക് തരാനുള്ളത്? വെയിറ്റ് ഫോർ ദാറ്റ്.
പതിയെ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തന്നതിന് നിങ്ങളുടെ ബെസ്റ്റ് സെൽഫിനെ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം, താങ്ക് യു പറയാം. Thank you to my best self for giving me that message. ഈ ഒരു മെസ്സേജ് തന്നതിന് ഞാൻ എൻ്റെ ബെസ്റ്റ് സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. Now you just repeat the affirmation. I dream it, I work for it, and I achieve it. നിങ്ങളിലെ പ്രകാശപൂരിതമായിട്ടുള്ള ഓരോ സെല്ലുകളും നിങ്ങളോട് പറയുന്നതായി ഇമാജിൻ ചെയ്യാം. I dream, I work, and I achieve. ഞാനൊരു സ്വപ്നം കാണുന്നു, അതിനു വേണ്ടി പരിശ്രമിക്കുന്നു, അത് നേടിയെടുക്കുന്നു. പതിയെ നിങ്ങളിലൂടെ ഒരു പോസിറ്റീവ് എനർജി ഒഴുകുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ജസ്റ്റ് ലെറ്റ് ദാറ്റ് ഫ്ലോ ത്രൂ യുവർ ബോഡി. ബോഡിയിലൂടെ ഒഴുകുന്നതിനെ അനുവദിക്കാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം. താങ്ക് യു ടു മൈസെൽഫ്. താങ്ക് യു ടു മൈ ക്രിയേറ്റർ ഫോർ ദിസ് മൊമെന്റ്. ഈ ഒരു മൊമെന്റിന് ഞാൻ എൻ്റെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയുന്നു. താങ്ക് യു ടു മൈ ക്രിയേറ്റർ ഫോർ ഓൾ ദ ബ്ലെസ്സിംഗ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ ഒന്ന് ഹഗ് ചെയ്യാം. ഹഗ് യുവർ സെൽഫ്. Slowly come to your body. നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. Breathe in. Hold on and breathe out. Breathe in. Hold on and breathe out.
പതിയെ ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങളുടേതായ താളത്തില് ദീർഘമായി ശ്വാസം എടുത്തുവിട്ട് slowly breathe in, hold on and breathe out. Breathe in, hold on and breathe out. Slowly open your eyes and come back. തിരിച്ചു വരാം. സോ തിരിച്ചെത്തിയിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. ഓൾസോ നിങ്ങൾ ബോഡിയൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ആഫ്റ്റർ ദ മെഡിറ്റേഷൻ ബോഡിയൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. Okay, how was the meditation? Okay, Fatima, Noora. സോ എനിവേ നമ്മൾ ഇന്ന് മെഡിറ്റേഷനിൽ ജസ്റ്റ് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് സറൗണ്ടിങ്സിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയും ഉണ്ട്. പക്ഷെ നമ്മൾ ഏതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഏതിനെ ചൂസ് ചെയ്യുന്നു അതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും എനിക്ക് ഒരു ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കുന്നതല്ല. പക്ഷെ നമ്മൾ ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി, നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ജസ്റ്റ് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് എന്നിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഒഴുകുന്നതായിട്ട് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് വർക്ക്ഔട്ട് ആവും. അല്ലാതെ നമ്മൾ ഭയങ്കര പ്രശ്നത്തില് മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ മാത്രമാണ്, നമുക്കത് തലയിൽ കയറൂല. പക്ഷെ ഈ രീതിയിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് ആൻഡ് ഡു ദിസ്. പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് വെറുതെ പറയുന്നതല്ല. ഓക്കെ, നമ്മളത് വെറുതെ ഒരു കാര്യം നടക്കാൻ വേണ്ടി ബി പോസിറ്റീവ് അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി ഒഴുകുന്നു എന്ന് പറയുന്നതല്ല. അത് ഓൾവേസ് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, നമ്മളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഒരു കാര്യം, ഒരു ശില്പമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്, കല്ലിൽ ഓൾറെഡി ശില്പമുണ്ട്. ഓക്കെ, പക്ഷേ അത് ശില്പമല്ലാത്തതിനൊക്കെ മെല്ലെ കൊത്തി മാറ്റി സൂക്ഷിച്ചു കൊത്തി മാറ്റിയിട്ടാണ് ഒരു ശില്പമായിട്ട് ആ കല്ലിനെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ ആ ശില്പം എവിടെയായിരുന്നു? ഓൾറെഡി കല്ലിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെ? പക്ഷെ അതിൽ ശില്പമല്ലാത്ത കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു ശില്പി ഇങ്ങനെ കൊത്തി മാറ്റിയിട്ടാണ് നല്ലൊരു ഭംഗിയുള്ള ശില്പമായിട്ട് ആ കല്ല് മാറുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മുടെ ഒക്കെ ഉള്ളിൽ ആ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഉണ്ട്. പക്ഷെ അതിനെ മങ്ങലേൽപ്പിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിനെ മെല്ലെ മെല്ലെ നമ്മൾ റിമൂവ് ചെയ്ത് നമ്മൾ ഷെഡ് ചെയ്യാന്ന് പറയും, അല്ലെ? ഓക്കെ, അതിങ്ങനെ ഷെഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പ്യുവർ ആയിട്ടുള്ള കാം ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. സോ പിന്നെ നമ്മൾ ഓൾവേസ്, ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, നമ്മുടെ സറൗണ്ടിങ്സിന് പറയണം, നമ്മുടെ ക്രിയേറ്ററിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അതും നമ്മൾ ഈ ഒരു കാം ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരുന്ന് പറയുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. സോ ഇന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു എനർജറ്റിക് അല്ലേ? അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സമയത്തുള്ള പോലെ തന്നെയാണോ ഇപ്പോഴും? എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്തോ മെഡിറ്റേഷന്റെ ശേഷം? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ.
ഞാൻ ഏതായാലും എനർജറ്റിക് ആയിട്ടുണ്ട്. കാരണം ഞാൻ മെഡിറ്റേഷന്റെ മുൻപ് സംസാരിക്കുന്ന രീതിയിലല്ല മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അതും എനിക്ക് ഈ ഒരു മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന എനർജിയാണ്. സോ വാട്ട് അബൌട്ട് യു ഗൈസ്? നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ആയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. ഓൾസോ, അപ്പം ആ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ കിട്ടിയിട്ടുള്ള എനർജി നിങ്ങൾ എന്തിലേക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് ബി കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. നമ്മൾ ഒരിക്കലും ഫോൺ സ്ക്രോൾ ചെയ്യാനാവരുത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വേറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആവരുത്. ബട്ട് നമ്മൾ സെർവ് ചെയ്യാൻ, ഇപ്പം നമ്മുടെ ഫാമിലിയിലാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നതിലൂടെ, ഇപ്പം പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഇന്റൻഷൻ വെക്കേണ്ടത് എന്താണ്? ഞാൻ പഠിച്ചിട്ട് എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആളുകളെ സെർവ് ചെയ്യണം എന്നുള്ളതായിരിക്കണം. അതായത് ചുറ്റുമുള്ള ആളുകളിലേക്ക് ഒരു അറിവ് എത്തിക്കാനായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിനെ സെർവ് ചെയ്യാനായിരിക്കണം എന്നുള്ള ഒരു ഇന്റൻഷനെ വെച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാം. ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ എല്ലായിടത്തേക്കും കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അല്ലേ? ഇനി നമുക്ക് മെഡിറ്റേഷൻ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത് വരെ ഉണ്ടാവില്ല. ബട്ട് സൂൺ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് മെഡിറ്റേഷനും അല്ലാത്ത ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ ആയിട്ട് ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഓൾസോ ഈ 21 ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ഓൺ ടു ഇറ്റ്. നമ്മൾ അത് കൈവിടാതിരിക്കുക. നമ്മൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാം. ഇപ്പൊ റെക്കോർഡിങ്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതെടുത്തിട്ട് വാച്ച് ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. സോ നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിക്കാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ജസ്റ്റ് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. or else will wind up. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയൂ. ഞാനല്ലേ കുറെ നേരമായിട്ട് പറയുന്ന, കുറെ ദിവസമായിട്ട് പറയുന്ന. ഓക്കെ, എനിവേ മടിയുള്ള ആളുകളൊക്കെ അവരുടെ മടിയൊക്കെ ജസ്റ്റ് മാറ്റി വെച്ച് പറയാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ട്രൈ ടു സ്പീക്ക് അപ്പ്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. All the best wishes for your exams and all the future endeavors. That's it. Bye. Okay, thank you, thank you. Meditations ഒക്കെ അടിപൊളിയാണ്. Thank you so much. Bye. See you.